ഒരു ബഡ്ജറ്റ് കുറവുള്ളൊരു വീടുണ്ടല്ലോ, സാധാരണ ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള ഇഷ്യൂസ് സംഭവിക്കുന്ന അവിടെ തന്നെയാണ്. അങ്ങനെയുള്ള വീടുകൾ നമുക്കിത് പ്രാക്ടിക്കലാണോ? ഒരു സോയിൽ ടെസ്റ്റ് ഒരു 15,000 20,000 സ്പെൻഡ് ചെയ്ത്? അല്ല, അതിനകത്തൊരു കാര്യമുണ്ട്. ഈ ബഡ്ജറ്റ് കുറഞ്ഞു പറഞ്ഞാൽ 10 ലക്ഷം രൂപയുടെ പ്രൊഡക്റ്റ് എന്ന് വിചാരിച്ചു. ഈ 10 ലക്ഷം രൂപയുടെ 10% വരുന്നുള്ളൂ. അതേ ഉള്ളൂ. പക്ഷെ ആൾക്കാർക്ക് ഇപ്പോഴും ഒരു ടെൻഷനാണല്ലേ. ഇതിനകത്ത് നമ്മൾ ഈ പറഞ്ഞതുപോലെ ബിൽഡിങ്ങിൻ്റെ ലോഡ് എന്ന് പറയുന്നതാണ് അതിനകത്ത് മെയിൻ സംഗതി എന്ന് പറയുന്നത്. അപ്പം നമുക്കൊരു സിംഗിൾ ഫ്ലോർ വീടാണ്. ഇപ്പോൾ മുകളിൽ നമ്മൾ കോൺക്രീറ്റ് ഒന്നും അല്ല, നമ്മൾ ഷീറ്റ് ഉപയോഗിച്ചിട്ട് ഷിംഗിൾസ് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ പിന്നെ AAC ബ്ലോക്ക് പോലുള്ള വെയ്റ്റ്ലെസ് ബ്ലോക്കുകൾ ഉപയോഗിക്കുമ്പോഴത്തേ ആ ബിൽഡിങ്ങിന് അത്രയ്ക്കുള്ള വെയിറ്റേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് സ്വാഭാവികമായിട്ട് ഒരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു കോസ്റ്റ് ഫൗണ്ടേഷന് വേണ്ടിയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇനി അതേസമയം നമ്മൾ സിംഗിൾ ഫ്ലോർ മാറിയിട്ട് ഡബിൾ ഫ്ലോറിലേക്ക് പോവുകയാണ്, ഡബിൾ സ്റ്റോറിയിലേക്ക് പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും വെയിറ്റ് കൂടും. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് പണ്ടൊക്കെ കേട്ടിട്ടില്ലേ, ഫൗണ്ടേഷൻ ഒരു നിലയ്ക്കാണോ 2 നിലയ്ക്കാണോ ഫൗണ്ടേഷൻ എടുക്കാൻ എന്നൊക്കെ കോമൺ ആയിട്ടുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പം ഇന്ന് സ്ട്രക്ചറൽ എഞ്ചിനീയേഴ്സ് ഉണ്ട്, അവർക്കറിയാം ഒരു ബിൽഡിങ്ങിന് എത്ര ലോഡ് മുകളിലേക്ക് വരും, അതിന് വേണ്ടിയിട്ട് എത്ര സ്റ്റീലിൻ്റെ പിന്നെ കാര്യങ്ങൾ നമുക്ക് താഴേക്ക് കൊടുക്കണം, അല്ലെങ്കിൽ എത്ര ഡെപ്തിൽ ഫൗണ്ടേഷൻ ചെയ്യണം എന്നുള്ള. ഇപ്പം വലിയ വലിയ ഹെവി ബിൽഡിങ്ങാണ് കേരളത്തിൽ നമ്മൾ അപ്പാർട്ട്മെൻറ്റ് കാര്യങ്ങളൊക്കെ കാണുന്നത്, അവിടെ എല്ലാം പൈലിങ് കാര്യങ്ങളൊക്കെയാണ്. ഇപ്പം നമ്മൾ കാണുന്നത് പോലെ ഇതിനകത്ത് കൃത്യമായിട്ടുള്ള ഒരു പൈൽ ഡീറ്റെയിൽ, അതിൻ്റെ RCC ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും. വെറുതെ ചെയ്യുന്ന സാധനമല്ല. അപ്പം ഇപ്പം നിങ്ങൾ ചോദിച്ച കണക്ക് ഒരു കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വീട്ടിൽ ഇതൊക്കെ നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബിൽഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സ്റ്റാർട്ടിങ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇതിൻ്റെ ബേസാണ്. അതിനകത്ത് എന്ത് കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാലും പിന്നെ മുകളിലേക്ക് ഒരിക്കലും നമുക്ക് പരിഹരിക്കാൻ പറ്റത്തില്ല. അല്ല, ഞാൻ ശരി, ഇപ്പോൾ ഏറ്റവും കൂടുതൽ വീടുകൾ പൊളിഞ്ഞു വീഴുന്നൊക്കെ ഉണ്ടല്ലോ, അതെ, അത് ഈ മെയിൻ റീസൺ ഈ ഫൗണ്ടേഷൻ തന്നെയാണ്. അല്ല, അങ്ങനെ പറയാൻ പറ്റത്തില്ല, എല്ലാത്തിനും അല്ല. നല്ലൊരു മേജർ കോഴ്സ് ഈ നമുക്ക് ഇപ്പം റബിളിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഈ റബിളുകൾ തമ്മിൽ പ്രത്യേകിച്ച് കണക്ഷനൊന്നുമില്ല, നമ്മൾ ഓരോന്ന് പറക്കി വെക്കുന്നതാണ്. അല്ല, 2 രീതിയിൽ ചെയ്യുമല്ലോ. പറ്റും, ചിലർ ചാന്ത് വെച്ച് അല്ല, ഓക്കെ, എന്നിരുന്നാൽ പോലും 1-2 കല്ലുകൾ അളവി കഴിഞ്ഞാൽ ബാക്കി ഇതിൽ നിന്ന് അടർന്ന് മാടാനുള്ള സാഹചര്യമുണ്ട്. ഇനി കോളത്തിലേക്ക് വരുന്ന സമയത്ത് ഒരിക്കലും ഒരു സ്ഥലത്ത് ചെറിയൊരു സെറ്റിൽമെൻറ്റ് സംഭവിച്ചാൽ പോലും അത് മൊത്തത്തിൽ അതിനത് ബാധിക്കില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫുള്ളായിട്ട് എൻ്റെയർ കണക്റ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു സെറ്റിൽമെൻറ്റ് തന്നെ അതിനെ ബാധിക്കത്തില്ല. അതുപോലെയാണ് ഈ പൈല് കാര്യങ്ങളൊക്കെ. പൈലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നമ്മൾ ഡെപ്തിലേക്ക് ലെഗ് പോലെ കൊടുത്തു, പിന്നെ അതിൻ്റെ മുകളിൽ പൈൽ ക്യാപ്പ് കൊടുത്തു, പ്ലിന്ത് ബീം ചെയ്തു, അതിനെല്ലാം ഒറ്റ സ്ട്രക്ചറിൽ നിൽക്കുന്ന സാധനമാണ്. അതാണ് റബിൾ ഫൗണ്ടേഷൻ വരുന്ന സമയത്ത് 1-2 റൂമുകളൊക്കെ താന്നു പോകാനുള്ള സാഹചര്യം ഉണ്ടാവും.